വന്നിട്ടുള്ളത് എൻ്റെ ഉപ്പാൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം അടുപ്പത്തൊരു പാൻ വെച്ച് സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീനെ ഇതുപോലെ ഉപ്പും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തിട്ടൊന്ന് കൂട്ടി വെക്കാം. ശേഷം ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ബിരിയാണിയിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മസാല തയ്യാറാക്കലാണ്. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം സവാള ഇട്ട് വഴറ്റിയെടുക്കണം. പിന്നെ തക്കാളി, കറിവേപ്പില, മല്ലിയില, പുതിന എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ചേർക്കേണ്ടത് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികളാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർക്കണം. പിന്നെ തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് അരി നന്നായിട്ടൊന്ന് കഴുകി കുതിർത്താൻ വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ കുതിർത്തിയാൽ മതി. മസാല ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേനും ബാക്കി വരുന്ന ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, സവാള എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. റൈസ് കുക്കായി കിട്ടാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. നമ്മളിവിടെ റൈസ് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ അളവ് 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളം എന്ന രീതിയിലാണ്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങ നീരും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ബിരിയാണി ദമ്മിലിടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന മസാല വേറൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൈസിന്റെ വേവ് പാകമായിട്ടുണ്ട്. ഇനി ദമ്മിടൽ പ്രോസസ് ആണ് കേട്ടോ. അതിനുവേണ്ടി ബേസ് ആയിട്ട് ആദ്യം കുറച്ച് റൈസ് ഇടുന്നു. പിന്നെ കാഷ്യൂ നട്ട്സും മുന്തിരിയും ഗരം മസാലയും നെയ്യും ഇടുന്നു. ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും ആവർത്തി. പിന്നെ ഇതുപോലെ ഒരു അമ്മിക്കല്ല് വെച്ച് ദമ്മിൽ വെക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പാന്റെ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിന്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.